നീ. അയ്യോ പൊന്ന് തടഞ്ഞാ നിന്റെ നിനക്ക് പിന്നെ വായിൽ ഗോൾഡ് തടഞ്ഞാ വായിൽ നിന്നെ ഇട്ടിട്ട് പോയത്. നിനക്ക് പിന്നെ പൊങ്ങാത്ത നിനക്ക് കഴിവില്ലാത്തോണ്ടായിരിക്കും അവൾ ഇട്ടിട്ട് പോയത്. എന്ത് മൈരെ നിന്റെ വീട്ടുകാരെ പറയുമ്പോ നിനക്ക് എനിക്ക് എന്നെ പറയാൻ മൈരെ നീ എന്തുവാ നിനക്ക് കുണക്കുന്ന എല്ലാം കേട്ടിട്ട് മിണ്ടയക്കുന്ന കുറെ കുണ്ണയെ പോലെ എന്നെ കാണല്ലേ തൊപ്പി. ഞാൻ പറയുവാ ഞാൻ നിന്റെ ലൈഫിൽ കയറി കളിച്ചിട്ടില്ല. നീ എന്നെയും ആ ഒരു പെണ്ണിനെ പേഴ്സണൽ ലൈഫിൽ കയറി കളിച്ചോണ്ട് മാത്രം നിന്നെ ഞാൻ ഇത് വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു. ഓക്കെ ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയും, ഫസീന്റെ കാര്യം ഇതിലെടുത്ത് ഇടാൻ പറ്റില്ല. അയ്യോ പിന്നെ നിനക്ക് എല്ലാരും ഇടാലോ. നീ പിന്നെ എന്റെ തന്തയ്ക്ക് വിളിച്ചല്ലോ മൈരെ. നീ ആരും ഇങ്ങോട്ട് വിളിക്കുന്നതല്ലടാ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് പൊന്നു മോനെ. എടാ പറയുന്ന കേക്ക് നീ എന്തോ നീ ഒരു ലോജിക് ഇല്ലാത്ത കാര്യമാണ് തൊപ്പി പറയുന്നത്. പറ സംസാരിക്ക്. മൂട് വേണം. നീ എന്തിനാടാ ഓളൊക്കെ കാര്യം എടുത്തിടുന്ന ഡിപ്രഷൻ പിള്ളേരെ കര എല്ലാരും ഒന്ന് കര ഡിപ്രഷൻ തൊപ്പിക്ക്. അയ്യോ ഡിപ്രഷൻ ഒന്ന് ഡിപ്രഷൻ ആയിട്ട് ഒരു 5 മാസം കഴിഞ്ഞിട്ടില്ല ഇവിടെ കേട്ടോ. നിനക്ക് എല്ലാരെയും പറയാം, നമ്മൾ തിരിച്ചു പറഞ്ഞാൽ നിനക്ക് പറ്റത്തില്ല അല്ലേ. ഇവനാവുന്ന അനുഭവിപ്പിക്കുക, ആ പെയിൻ ഇവനൊന്ന് അനുഭവിക്കണം. എന്നാലും ഇവന് മനസ്സിലാവണം കാര്യം പറയാലോ. കരയിപ്പിക്കാതെ തൊപ്പി എന്തുവാ നമ്മള് നീ ഡിപ്രഷൻ നിങ്ങളുടെ ഇച്ചു പുള്ളി വെച്ച് കരയും തൊപ്പി എന്തുവാ. സംസാരിക്കൂ ബ്രോ സംസാരിക്കൂ. ആ മൂഡ് പോയെങ്കിൽ എനിക്കറിയണം. നിന്റെ മൂഡ് ഞാൻ താങ്ങി വെച്ചിട്ടില്ല. നീ സംസാരിക്കുള്ളൂ, നീ സംസാരിക്കും. ഒരാളെ വന്ന് ഇങ്ങനെ പറയുമ്പോ എല്ലാ സംസാരിക്കാനുള്ളതെല്ലാം ഞാൻ നേരത്തെ യൂട്യൂബ് ലൈവില് നിന്നെ കോൾ ചെയ്തപ്പോ ഒരു 1/2 മണിക്കൂർ ഞാൻ നിന്നോട് സംസാരിച്ചു. നിനക്ക് തരാനുള്ളതെല്ലാം ഞാൻ തന്നു. എന്തോന്ന് തരാ സംസാരിക്കാനില്ല. പുതിയ വിഷയം എന്തോന്ന് ഞാൻ 500 ബിരിയാണിക്കാണ് വിളിച്ചു വരുത്തിയത് തരാനുള്ള തന്നെന്ന് പറയാൻ വേണ്ടി. നീ എന്തോ പറയുന്ന തരാനുള്ളത് തന്നോ? നിനക്ക് വേറെ പെണ്ണിനെ വെച്ച് ഇതേപോലെ പറയാം. ഞാൻ എന്തോ പറഞ്ഞപ്പോ കൊണ്ടോ? ഞാൻ വേറെ ഒന്നും വൃത്തിയോട് പറഞ്ഞില്ലല്ലോ. പിന്നെ എടാ മൈരെ നിന്റെ അവിടത്തെ പെണ്ണിനെ കാട്ടി വലുതാണ് എന്റെ തന്തിന്റെ. നീ തന്തയ്ക്ക് വിളിക്കുമ്പോ പിന്നെ നിന്റെ പശു പറയില്ലേ. നിന്നെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ തൊപ്പി. അയ്യോ നിന്നെ വെച്ചല്ലേ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഇത്രയും കാലം നിന്നെ വെച്ചല്ലേ നീ എന്റെ ലൈവില് കൊളയാൻ പേര് കിട്ടില്ല. വേറെ നേടാ വേണ്ട. അയ്യേ മേഡം നിന്നെ വിളിച്ച് എന്റെ വേണ്ടി ആ വായനകത്തൊരു പഴം എടുക്കുക. എടാ നിന്റെ അക്കൗണ്ടിന് എന്റെ അക്കൗണ്ട് പ്രൊമോഷൻ തരാൻ വേണ്ടിയല്ല. ഓക്കെ നിന്റെ അപരാധം അറിയണം. നീ എല്ലാരെയും പറ്റി പറയുന്ന അപരാധം അറിയണം. ഓക്കെ നീ പറഞ്ഞല്ലോ ഞാൻ എന്തോ നീ അയക്കുന്ന മെസ്സേജ് എല്ലായിടത്തും ഞാൻ സ്റ്റോറി ഇടുന്നത് നിന്റെ അപരാധം കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ എനിക്ക് ഞാൻ ഇവനോട് എന്ത് മെസ്സേജ് അയച്ചാലും ഇവനെടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് സ്റ്റോറി ഇടുവാ. ഞാൻ എന്തോടി അയച്ചാലും അവർ റെക്കോർഡ് ചെയ്ത് സ്റ്റോറി ഇടും. നിന്റെ അപരാധം കാണണ്ടേ തൊപ്പി. എല്ലാരും ഫാൻ ബോയ് അല്ലടാ സത്യം പറയടാ. നിന്നെ മനസ്സിലാക്കാൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കന് മതി. നിന്റെ ഫാൻ ബോയ് ആവണോ മൈര് നിന്നെ മനസ്സിലാക്കാൻ? മൈര് അടുത്ത പറയാല്ലേ. ഞാൻ പറഞ്ഞ നീ എത്ര സമയമാണ് ഒരാളോട് സംസാരിക്കുന്നത്? നിനക്ക് പറയാൻ പറ്റത്തേ നീ ഇറങ്ങി പോണ എന്റെ ലൈവിൽ നിന്ന്. ഞാൻ എന്റെ ലൈവാണ്. നിന്നെ എന്റെ ഔദാര്യത്തിനാണ് കയറ്റിയത്. ഓക്കെ നിന്റെ വീട് എവിടെ? എന്റെ വീട് ട്രിവാൻഡ്രമാണ് ബ്രോ. ട്രിവാൻഡ്രം? വീട്ടിൽ നിന്ന് ആരെങ്കിലും പെണ്ണാലോചിക്കാനാണോ? അല്ല അച്ഛൻ ചോദിച്ചാ വീട് ട്രിവാൻഡ്രത്ത് എവിടെയാന്ന് ചോദിക്കുന്ന. ട്രിവാൻഡ്രത്ത് പല സ്ഥലത്തും കാണും. ഇപ്പൊ ട്രിവാൻഡ്രം അറിഞ്ഞിട്ട് എന്തിനാ പെണ്ണാലോചിക്കാൻ വരാനാണ് അങ്ങോട്ട്. എടാ നീ എന്താ എന്നെ പേടിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്യൂല. പേടിക്കണ്ട. പേടിക്കാൻ ആരാണ്? നീ എന്റെ സ്ഥലം പറഞ്ഞോ? പേടിക്കണ്ട പറഞ്ഞോ. എടാ എന്തു ഞാൻ ട്രിവാൻഡ്രത്താണ് ബ്രോ. വർക്കല വന്നിട്ട് എന്നെ വിളിക്കും. ഞാൻ വരാം അങ്ങോട്ട്. CBSE വേഴ്സസ് സ്റ്റേറ്റ്. എന്നിട്ട് CBSE ആരെന്ന് ചോദിച്ചു. അപ്പൊ തൊപ്പിന്ന് പറയാം. എന്നിട്ട് വീണ്ടും ചിരിക്കണേ. എടാ ഓടാ മൈര്. എടാ നിന്റെ ഫാൻസ് നമുക്ക് നല്ല ടേംസ്. എന്റെ തന്തയ്ക്ക് നിനക്ക് വിളിക്കറിയെങ്കിൽ എനിക്ക് തെറിയില്ല. നീ ആദ്യം എന്റെ തന്തക്ക് വിളിച്ച് പൊന്നു മൈര. നീ ആദ്യം എന്റെ തന്തക്ക് വിളിച്ച് ഈ ഇൻസ്റ്റാ ലൈവ് അല്ല നമ്മളതിന് മുന്നേ യൂട്യൂബിൽ കോൾ ചെയ്ത് ഓർമ്മ. നീ എന്റെ തന്തക്ക് വിളിച്ച് നിന്നെ ഞാൻ അങ്ങോട്ട് വന്ന് പണിയിട്ടില്ല. നീ എന്റെ വീഡിയോ നീ നിന്റെ ലൈവ് സ്ട്രീം ഇരുന്ന് സെർച്ച് ചെയ്ത് നീ മൂഞ്ചിയതാണ്. ഓക്കെ അപ്പൊ ഞാൻ തെറി വിളിച്ചില്ല. നീ ഞാനിപ്പം എന്റെ ലൈവിൽ വന്ന് തെറി വിളിച്ചേ. എനിക്ക് ഇഷ്ടമല്ല ഗേ എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് പേഴ്സണലി എനിക്ക് കൊണ്ട് ബ്രോ. ഗേ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിനെന്തിനു തെറി വിളിക്കണം എന്തുവാ? നിന്നെ പിന്നെ ഞാൻ പോയിട്ട് പൂജിക്കണോ അതോ മടിയിലിരുന്നെടുത്ത് തടവണോ? നിന്നെ കാര്യം പറയണം. അല്ല എന്നെ വിളിക്കണം. നീ ആര്? നീ ആര്?
എടാ ക്യാരക്ടർ ബ്രോ, ഞാൻ റെസ്പെക്റ്റിൽ സംസാരിക്കുമ്പോ തിരിച്ച് റെസ്പെക്റ്റിൽ സംസാരിക്കാൻ നീ നിന്റെ ലൈഫ് സ്ട്രീമിൽ നിനക്ക് റെസ്പെക്ട് ഇല്ലായിരുന്നല്ലോ, നിനക്ക് ഇപ്പൊ എന്ത് റെസ്പെക്ട് വന്നത്? നേരത്തെ ഞാൻ നല്ല റെസ്പെക്റ്റിൽ സംസാരിച്ച പൊന്നു മോനെ, നീ പോയിട്ട് ആ ലൈവ് എടുത്ത് കണ്ടു. ഈ ലൈവ് അല്ല, നീ റോങ് ആയപ്പോ ഞാൻ തിരിച്ച് റോങ് ആണെന്ന് അതെല്ലാം വിട് നമുക്ക് നല്ലതിൽ പോവാം. ഓക്കെ, ഞാൻ നിന്നെ ഉണ്ടെന്ന് സംശയിച്ചതിൽ സോറി. ഓക്കെ, LGBT നിന്റെ മൊത്തം കമ്മ്യൂണിറ്റി LGBT കമ്മ്യൂണിറ്റിനോട് ഞാൻ സോറി പറയുന്നു. എടാ പറയുന്നേക്ക്, നീ വീണ്ടും 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 നീ കൊണക്കേണ്. ചീത്ത വിളിക്കുമ്പോഴും ചിരിക്കുന്നു, തന്തയ്ക്ക് വിളിക്കുമ്പോഴും ഏറ്റുവാങ്ങുന്നു. നിനക്കൊരു അവാർഡ് അതിന് തരണം, അതാണ് സെലിബ്രിറ്റി അവാർഡ് നിനക്ക്. എടാ ഞാൻ പറയട്ടെ. ഓക്കെ എല്ലാം വിട്. ഓക്കെ, ഞാൻ പറഞ്ഞതിന് സോറി. ഓക്കെ, നിന്റെ മറ്റേ പെണ്ണിനോട് ഞാൻ പേഴ്സണലി സോറി പറഞ്ഞു. അവളെ എനിക്ക് അറിയില്ലായിരുന്നു നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. ഗേൾ ഫ്രണ്ട് അല്ലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതൊക്കെ അവളോട് ഞാൻ സോറി പറഞ്ഞു. നിന്നോട് സോറി, ഞാൻ പറഞ്ഞതിന് സോറി. ഓക്കെ, അപ്പൊ ഒന്നും മനസ്സിലാക്കണ്ട. പിന്നെ ഇവിടെ വരുന്നുണ്ട് ലൈവിലേക്ക് വന്നോ, ഞാൻ ഒരു പപ്സും ഫ്രൂട്ടിയും മേടിച്ചു തരാം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. അതിന്റെ ദാരിദ്ര്യം ഇല്ല ബ്രോ. ക്യാമറയുടെ ഹോളിനകത്തിട്ട് കേറ്റത്. See you brother. Bye. കാണണമെന്നില്ല ബ്രോ, ബൈ. പോയി ഊമ്പ് മയില്. തൊപ്പിയുടെ ഫാൻസ് ഒക്കെ ഇറങ്ങിപ്പോ. ഇപ്പൊ എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. ഹാപ്പിയായി ബ്രോ, ഹാപ്പിയായി, നല്ല ഹാപ്പിയായി. അവന്റെ ഇറങ്ങിപ്പോ, തൊപ്പിയുടെ ഫാൻസ് ഒക്കെ ഇറങ്ങിപ്പോ. അവന്റെ ലൈവ് പോയി കണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ തൊപ്പി ലൈവ് കാണുന്നുണ്ടെങ്കിലും എനിക്ക്